എല്ലാവർക്കും നമസ്കാരം, സാലുവാണ്. ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കോഴിക്കോട് മൂഴിക്കലുള്ള ടെക്നോ പാർക്ക് എന്ന വർക്ക്ഷോപ്പിലാണ്. ഓൾറെഡി 2-3 വീഡിയോ ഇവിടുന്ന് മുന്നേ ചെയ്തിട്ടുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും ഉപകാരപ്പെടും. പെട്രോൾ കാർ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ ചേട്ടൻ കൂടെ ഒരു നമസ്കാരം, കുറേ കണ്ടിട്ട്. അപ്പോൾ നമ്മളിന്ന് വന്നത് ഫ്രണ്ട്സ്, ഒരുപാട് വണ്ടികൾ ഇവിടെ വരുന്നുണ്ട് പെട്രോള് ലീക്കായിട്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ വീഡിയോയിൽ കിടക്കല്ലേ. അതെന്താ പ്രശ്നം? അത് ഇപ്പോൾ ഒരു 3 മാസത്തിന് ശേഷം ഇങ്ങോട്ടാണ് ഈ കംപ്ലൈന്റ് കാണുന്നത്. അപ്പോൾ പെട്രോൾ വണ്ടിക്ക് കോമൺ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാ വണ്ടികൾക്കും ഇന്ന ബ്രാൻഡ് എന്നൊന്നുമില്ല, ഒരുവിധം എല്ലാ വണ്ടികൾക്കും പ്രശ്നങ്ങൾ. ഞാനിപ്പോൾ തന്നെ ഒരു 10-30ഓളം വണ്ടികളെ ഓസുകൾ മാറ്റി കഴിഞ്ഞു. 30ഓളം വണ്ടികൾ? അതെ അതെ. അപ്പോൾ അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പെട്രോളിൽ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എത്തനോൾ ആഡ് ചെയ്യുന്നുണ്ട്. എത്തനോൾ? അപ്പോൾ ഈ എത്തനോൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതൊരു കെമിക്കലാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു മാറ്റമാണെന്നാണ് പറയുന്നത്. അപ്പം ചില ആളുകൾ പറയുന്നത് അത് വണ്ട് തുറക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. ഈ എത്തനോളിന് ഒരു ചെറിയ ഒരു ഈ പഞ്ചസാരൻ്റെ ഒരു ഇതുപോലത്തെ ഒരു ടേസ്റ്റ് ഉള്ളതിനെ കൊണ്ട് പിന്നെ അങ്ങനെ പറയുന്നുണ്ട്. അതിന് എങ്ങനെയാണ് ഇനി ഈ പ്രഷർ കൊണ്ടാണോ വേറെ എന്തെങ്കിലും അതിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. ഏകദേശം എത്ര വണ്ടികൾ കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ വന്നു? ഇവിടെ ഒരു 30ഓളം വണ്ടികൾ ചെയ്തു ഇതുവരെ. ഇതിന് മുന്നേ ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് വണ്ടികൾ വന്നിട്ടില്ലല്ലോ. ഇത് വന്നിട്ട് ഏകദേശം എത്ര ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട്? ഒരു 3 മാസത്തോളം. 3 മാസമായി അല്ലേ? അതെ അതെ. അപ്പം നമുക്കിപ്പോൾ അത് പിന്നെ അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തന്നെ, ഒരു കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറയുമ്പം ആ വണ്ടി നേരെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരാൻ പോലും പറയാൻ പറ്റുന്നില്ല. കാരണം അതൊരു ഡേഞ്ചറാണ്. നമ്മളൊരു റോഡിനെ പോകുന്ന സമയത്ത് ഒരു ചെറിയ സ്പാർക്ക് മതി. ഈ റോഡ് ചൂടായി കിടക്കുമ്പോൾ ഒന്നും വേണ്ട, ഒരു സിഗരറ്റ് കുറ്റിയോ എന്തെങ്കിലും ഒന്ന് റോഡിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് വെച്ചാൽ വൻ അപകടമാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇത് പൊതുവേ എല്ലാവരും പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ഇടയ്ക്ക് ഒന്ന് നമ്മളെ ഫ്യൂവൽ ലൈനുകൾ ഒന്ന് ചെക്ക് ചെയ്യുക, വണ്ടീൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് നോക്കുക, എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. പെട്രോൾ കാർ ഉപയോഗിക്കുന്നവർ എന്തായാലും വണ്ടി എടുക്കുന്നതിന് മുന്നേ ബാക്കിൽ ഏത് ഭാഗത്താണ് വരുന്നത് ഈ ലീക്ക്? അത് ടാങ്കിൻ്റെ ഭാഗത്ത് അല്ലേ? പെട്രോൾ ടാങ്കിൻ്റെ ഭാഗത്ത് പ്രഷർ പൈപ്പിന് ആണ് ഇത് മെയിനായിട്ട് സംഭവിക്കുന്നത്. വേറെ എവിടെയും കാര്യമായിട്ട് പറ്റുന്നില്ല. പിന്നെ ഈ റബ്ബർ ഹോസ് ഉള്ള വണ്ടികൾ മാത്രമല്ല. അപ്പോൾ ഞാൻ നാളെ ഒരു i20 എലൈറ്റ് ചെയ്തു പെട്രോൾ. അത് ടാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള പൈപ്പാണ്. അതും ഹോളായിട്ടുണ്ട്. അപ്പോൾ ഡീസലിന് വരുന്നില്ല, പെട്രോളിന് മാത്രമേ വരുന്നുള്ളൂ. ഫ്രണ്ട്സ്, ഇതാ ഇവിടെ ഒരു വണ്ടി അതേ കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണിച്ചത് ഇതാണോ ലീക്ക്? അതെ അതെ, ഇതാണ്. അത് നമ്മള് ടാങ്കിൽ നിന്ന് വരുന്ന പ്രഷർ ലൈനാണത്. അൾട്ടോ ആണ് അല്ലേ വണ്ടി? അതെ അതെ. അതെ അതെ, ഇത് പിന്നെ മെയിനായിട്ട് ഈ പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ അത് കസ്റ്റമർ ഇവിടെ അടുത്തുനിന്നാണ് കണ്ടത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തു. അല്ലാത്ത നമ്മൾ കറക്റ്റ് കസ്റ്റമറുടെ അടുത്ത് പോയി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം കസ്റ്റമറോട് പറയാം വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരരുത്, കാരണം അത് ഒരുപാട് റിസ്ക്കാണ് നമ്മൾ റോഡിനെ വണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി ചെയ്ത് കൊടുക്കലാണ് എല്ലാം ചെയ്യാറ്. ഇതേ ഒരു പ്രശ്നം നിങ്ങളെ വണ്ടിക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. രാവിലെ വണ്ടി എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് താഴെ ആ ടാങ്കിൻ്റെ ഭാഗത്തൊന്ന് കുനിഞ്ഞ് നോക്കണം. പെട്രോൾ ലീക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഒരിക്കലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. ഇപ്പോൾ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓസുകൾ അവൈലബിൾ ആണ്. ആ ഓസ്, പ്രഷർ ഓസ്, നല്ല ക്വാളിറ്റി ഉള്ള ഓസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഗിയർ ബോക്സ്? അത് ഗിയർ ബോക്സ് കംപ്ലൈൻറ്റ്. അത് വണ്ടി ഒരു സൗണ്ട് എന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കിയ സമയത്ത് തീരെ ഓടിക്കാൻ പറ്റുന്നില്ല വണ്ടി. നമുക്ക് ഓടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര കുത്തൽ, ഭയങ്കര ഒരു സൗണ്ടായിരുന്നു വണ്ടി, ഒരു അബ്നോർമലായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടി നോക്കുന്ന സമയത്ത് ഗിയർ ബോക്സ് കംപ്ലീറ്റ്, ഗിയർ ബോക്സിൻ്റെ ഉള്ളിലെ ബെയറിങ്ങുകൾ എല്ലാം അതെ അതെ. അപ്പോൾ അത് എന്താ വെച്ചാൽ ഇവർ ചെറിയ സൗണ്ട് തുടങ്ങിയ സമയത്ത് ഇവർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ചെറിയ സൗണ്ട് തുടങ്ങിയ സമയത്ത് ശ്രദ്ധിക്കാതെ ഓടിയിട്ട് ഇത് ഞങ്ങൾ ഇപ്പോൾ ഫുള്ള് റീസെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സൗണ്ട് തുടങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബെയറിങ് മാത്രം മാറ്റിയാൽ മതി. ഇതിൻ്റെ അടിയിൽ വരുന്നൊരു ബെയറിങ് ആയിരുന്നു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് അവർ പിന്നെയും ഓടി. അങ്ങനെ ഈ എന്താ സംഭവിക്കുക വെച്ചാൽ, ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ട് ഓയിൽ ഫുള്ള് മിക്സ് ആവും. ഈ ഓയിൽ എല്ലാ ഭാഗവും കറങ്ങുന്നതല്ലേ, അങ്ങനെ ഈ ഓയിൽ കംപ്ലീറ്റ്, ബാക്കിയുള്ള ബെയറിങ്ങുകൾ കംപ്ലീറ്റ് പോയി. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്രൗണ്, ഈ ക്രൗൺ ഗിയറിൻ്റെ ഒരു പല്ല് പൊട്ടിപ്പോയി, ടീത്ത് പൊട്ടിപ്പോയി. ഗിയർ ഓയിൽ ഇല്ലായിരുന്നു അതിൽ? ഗിയർ ഓയിൽ ഉണ്ട്. ഗിയർ ഓയിൽ ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ ബെയറിങ്, പൊട്ടിയ ബെയറിങ്ങിൻ്റെ പീസുകൾ ഈ ഓയിലിൽ കിടക്കുകയാണല്ലോ.
ഇപ്പോൾ വണ്ടി ഓടുന്ന സമയത്ത് മറ്റ് ഗിയറിനും ബെയറിങ്ങിൻ്റെ ഉള്ളിലെയോ ഒക്കെ ഇതിൻ്റെ പിസർ കയറി കഴിഞ്ഞാൽ ഇതായി. അപ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റേണ്ടി വന്നു. അത് കസ്റ്റമർ ചെറിയൊരു സൗണ്ട് കേട്ട സമയത്ത് അപ്പോൾ അത് ശ്രദ്ധിക്കാതെ അങ്ങനെ ഓടിയതാ. അതുകൊണ്ട് കൂടുതൽ പണിയെടുക്കേണ്ടി വന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെറിയൊരു ബെയറിങ് മാത്രം മാറ്റിയാൽ മതിയായിരുന്നു. ഇപ്പോൾ അത് കാരണം പിന്നെ ഈ 4 ബെയറിങ് ഗിയറിൻ്റെത് 2, ക്രൗണിൻ്റെ 2 ബെയറിങ് 6 ബെയറിങ് മാറ്റി. ബാക്കി സിങ്ക്രണൈസർ, അതേപോലെ തന്നെ ക്രൗണിൻ്റെ ടീത്ത്, ഇത്രയും സാധനങ്ങൾ മാറ്റി. ചെറിയ ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർച്ചയായിട്ടും ഗിയർ ബോക്സിനുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് എവിടെ എന്ത് ചെറിയ സൗണ്ടുകളാണെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് അത് ചെക്ക് ചെയ്യണം. ഈ വാഗണറിന്റെ ഗിയർ ബോക്സ് ആണിത്. അതെ. അപ്പോൾ കോഴിക്കോട് മൂഴിക്കലുള്ള ടെക്നോ പാർക്കിലെ വീഡിയോ നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ കാർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, എസ്പെഷ്യലി പെട്രോൾ കാർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ കാറിൻ്റെ അടിയിൽ ലീക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്, അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. അത് നമ്മൾ ഒന്നാമത് ഇപ്പോൾ ചൂട് സമയമാണ്. പിന്നെ റോഡിലൊക്കെ ചെറിയൊരു സ്പാർക്ക് മതി. പെട്രോളിന് ഒരു വളരെ ചെറിയ സ്പാർക്ക് കിട്ടിയാൽ മതി. നമ്മൾ ഈ പെട്രോൾ ലീക്കായി കഴിഞ്ഞാണെങ്കിൽ ആ പെട്രോൾ വന്ന വഴിയിൽ ഫുള്ള് കത്തി വണ്ടിക്ക് ഭയങ്കര അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന പെട്രോൾ കാർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. അതല്ലാതെ വേറെ വഴിയില്ല. ഇതിൽ സൊല്യൂഷൻ ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഈ വീഡിയോ അധികാരികളിലേക്ക് എത്തട്ടെ, അല്ലേ? അങ്ങനെയല്ലേ മാക്സിമം. ഇതെന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കാണണമല്ലോ. കാരണം ഇതിന്റെ മുന്നേ ഞാൻ ന്യൂസിൽ കണ്ടു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടിക്ക് ഇതുപോലെ തന്നെ പഴയൊരു വാഗണർ ഉണ്ടായിരുന്നു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ 2 ആഴ്ച എന്നെ വിളിക്കുന്നു, ഇങ്ങനെ സംഭവമുണ്ട്, 30ഓളം വണ്ടികൾ ഇവിടെ ഇതേ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ.